2026 ഫിഫ ലോകകപ്പ് അതിന്റെ മുഴുവൻ ആവേശത്തിലേക്കും നോക്കൌട്ട് ഘട്ടങ്ങളിലേക്കും കടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഒരേ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് തിരയുന്നത്. ഈ ലോകകപ്പിൽ പ്രിയ ഇതിഹാസങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്കുനേർ കൊമ്പ് കോർക്കുമോ? കരിയറിന്റെ സായം സന്ധിയിൽ നിൽക്കുന്ന ഇരു താരങ്ങളും അന്താരാഷ്ട്ര വേദിയിൽ അവസാനമായി നേർക്കുനേർ വരുന്ന ആ മഹാത്ഭുതത്തിനായി കാത്തിരിക്കുകയാണ് കായിക ലോകം. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ നടക്കുന്ന മത്സരം പൂർണ്ണമാകുമ്പോൾ ഒട്ടും സമാനതകളില്ലാത്ത തികച്ചും വ്യത്യസ്തമായ രണ്ട് ചിത്രങ്ങളാണ് അർജന്റീനയും പോർച്ചുഗലും നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ലയണൽ മെസ്സിയുടെ അർജന്റീന കനത്ത ആത്മവിശ്വാസത്തോടെ മുന്നേറുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കടുത്ത വിമർശനങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചാണ് നോക്കൌട്ടിലേക്ക് കടന്നിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒടുവിലത്തെ മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയോട് കൊമ്പോർത്ത പോർച്ചുഗലിന് മത്സരത്തിൽ ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചില്ല. കടുത്ത പ്രതിരോധ പോരാട്ടത്തിനൊടുവിൽ മത്സരം 0-0 സമനിലയിലാണ് അവസാനിച്ചത്. ഈ സമനിലയോടെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായാണ് പോർച്ചുഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയത്. ടൂർണമെന്റിൽ ഉടനീളം തികച്ചും നിറമങ്ങിയ പ്രകടനമാണ് പോർച്ചുഗലിന്റെ മധ്യനിര കാഴ്ചവെക്കുന്നത്. അതിനോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്റെ പഴയ ഫോമിലേക്ക് ഉയരാൻ കഴിയാത്തതിനെയും ഇപ്പോൾ ആഗോള ഫുട്ബോൾ നിരീക്ഷകരിൽ നിന്നും ആരാധകരിൽ നിന്നും കടുത്ത വിമർശനം ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. മറുപുറത്ത് നിലവിലത്തെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ കഥ തികച്ചും വ്യത്യസ്തമാണ്. തങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളിലും ആധികാരിക വിജയം നേടിക്കൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് അർജന്റീന നോക്കൌട്ടിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ജോർദാനെതിരായ തകർപ്പൻ ജയത്തിനു ശേഷം അർജന്റീനിയൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച "നമ്മൾ ഒരുമിച്ച് മുന്നേറുന്നു" എന്ന ഒറ്റ ലൈൻ പോസ്റ്റ് ടീമിന്റെ ഒത്തൊരുമയും ലോകകപ്പ് നിലനിർത്താനുള്ള കനത്ത ആത്മവിശ്വാസവുമാണ് വ്യക്തമാക്കുന്നത്. നോക്കൌട്ട് ഘട്ടത്തിൽ കാപ്പ വെർദെയാണ് അർജന്റീനയുടെ അടുത്ത എതിരാളികൾ. ഇനി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ശ്വാസമടക്കി കാത്തിരിക്കുന്ന വലിയ ചോദ്യത്തിലേക്ക് വരാം. ഈ ലോകകപ്പ് വേദിയായ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം ഉണ്ടാകുമോ? അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിന്റെ സായം സന്ധിയിൽ നിൽക്കുന്ന ഈ രണ്ട് ഇതിഹാസങ്ങൾ ലോകകപ്പിന്റെ വലിയ വേദിയിൽ അവസാനമായി കൊമ്പ് കോർക്കുന്നത് കാണാൻ കായിക ലോകം അത്രമേൽ കൊതിക്കുന്നുണ്ട്. നിലവിലുള്ള ഫിഫയുടെ ഔദ്യോഗിക ടൂർണമെന്റ് ബ്രാക്കറ്റ് അനുസരിച്ച് ഇരു ടീമുകൾക്കും നോക്കൌട്ടിൽ ഒരിടത്തും അനായാസം കണ്ടുമുട്ടാൻ സാധിക്കാത്ത വിധമുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. റൗണ്ട് ഓഫ് 32, പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ എന്നിങ്ങനെ ടൂർണമെന്റിലെ ഓരോ ഘട്ടത്തിലും അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ നേർക്കുനേർ വരാൻ കഴിയില്ല. ഏതൊക്കെ സമവാക്യങ്ങൾ വെച്ച് നോക്കിയാലും ഇരു ടീമുകളും ഫിഫ നിശ്ചയിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് പാതകളിലാണ്. പോർച്ചുഗൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തെങ്കിലും അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതും ഇരുവരുടെയും നോക്കൌട്ട് ലൈനപ്പുകളെ ടൂർണമെന്റിലെ രണ്ട് അറ്റങ്ങളിലേക്കാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനലിന് മുൻപ് മെസ്സി റൊണോ പോര് കാണുക എന്നത് അസാധ്യമാണ്. എങ്ങനെയെങ്കിലും ഈ ഇതിഹാസ സംഗമം ഈ ലോകകപ്പിൽ സാധ്യമല്ലേ? വിദഗ്ധർ പറയുന്നത് ഇതിന് ഒരേ ഒരു വഴി മാത്രമാണ് മുന്നിലുള്ളതെന്നാണ്. അർജന്റീനയും പോർച്ചുഗലും തങ്ങളുടെ പാതയിലുള്ള എല്ലാ കടുത്ത എതിരാളികളെയും വെട്ടിനിരത്തി ഒടുവിൽ ലോകകപ്പിന്റെ മഹാകലാശ പോരിലേക്ക് യോഗ്യത നേടുക. ടൂർണമെന്റിന്റെ എല്ലാ മത്സരങ്ങളും ജയിച്ചു കയറി ഇരുവരും ഫൈനലിൽ എത്തിയാൽ മാത്രമേ അർജന്റീന പോർച്ചുഗൽ പോരാട്ടം ഈ ലോകകപ്പിൽ ആരാധകർക്ക് കാണാൻ സാധിക്കൂ. ഈ ഇതിഹാസ പോരാട്ട സാധ്യതകൾക്ക് പുറമെ മറ്റു ചില അട്ടിമറികളും ചരിത്ര നിമിഷങ്ങളും ഈ ലോകകപ്പിൽ പിറക്കുന്നുണ്ട്. ആഫ്രിക്കൻ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാനഡ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി തങ്ങളുടെ അവിശ്വസനീയമായ കുതിപ്പ് തുടരുകയാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ സവിശേഷത ആഫ്രിക്കൻ ടീമുകളുടെ അധിനിവേശമാണ്. ടൂർണമെന്റിന് പങ്കെടുത്ത 10ൽ 9 ആഫ്രിക്കൻ ടീമുകളും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി എന്നത് കായിക ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ കരിയറിന്റെ അവസാന ലോകകപ്പ് കളിക്കുന്ന മെസ്സിയും റൊണാൾഡോയും ലോകകപ്പ് ഫൈനലിൽ നേർക്കുനേർ വരുന്ന ആ സുപ്രധാന നിമിഷത്തിനായി ശ്വാസമടക്കിയാണ് ഇപ്പോൾ കായിക ലോകം കാത്തിരിക്കുന്നത്. പ്രവചനങ്ങൾക്കപ്പുറമുള്ള ഫുട്ബോൾ ദൈവങ്ങളുടെ തിരക്കഥയിൽ ആ സ്വപ്ന ഫൈനൽ യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.